റഷ്യയുമായുള്ള സൗഹൃദം ദൃഢമാക്കാനുള്ള നീക്കങ്ങളിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഈ സൗഹൃദത്തിൽ അതൃപ്തിയുണ്ടെങ്കിലും ലോകത്തിലെ ഏറ്റവും ശക്തരായ ആളുകളിൽ ഒരാളുമായി സൗഹൃദം വളർത്തിയെടുക്കുന്നതിൽ ഇന്ത്യ പിന്നോട്ടു പോകില്ലെന്ന നിലപാടിൽ മോദി ഉറച്ചുനിൽക്കുന്നു. റഷ്യയുമായുള്ള ദീർഘകാല സൗഹൃദം നിലനിർത്താൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് മോദി കരുതുന്നു. ഇന്ത്യക്കെതിരെ 25% നികുതിയാണ് അമേരിക്ക ചുമത്തിയിട്ടുള്ളത്. കൂടാതെ റഷ്യയുമായുള്ള ഇടപാടുകൾക്ക് അനിശ്ചിതമായ ശിക്ഷ നൽകുമെന്നും ട്രംപ് ഭീഷണിപ്പെടുത്തുന്നു. ഇന്ത്യൻ കമ്പനികൾ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തുന്നതായി അടുത്തിടെ ചില വാർത്തകൾ പ്രചരിച്ചിരുന്നു. ഇതിനെ ഒരു നല്ല നടപടിയായി ട്രംപ് പ്രശംസിക്കുകയും ചെയ്തു. എന്നാൽ ഇത് വസ്തുതാവിരുദ്ധമാണെന്നാണ് ഇന്ത്യ ഉടൻ തന്നെ വ്യക്തമാക്കിയത്. ഇന്ത്യൻ എണ്ണ ശുദ്ധീകരണ കമ്പനികൾ ഇപ്പോഴും റഷ്യൻ വിതരണക്കാരിൽ നിന്നാണ് എണ്ണ വാങ്ങുന്നത്. ജൂലൈ മാസത്തിൽ ഇറക്കുമതിയിൽ നേരിയ കുറവുണ്ടായിട്ടുണ്ടെങ്കിലും വില, ക്രൂഡ് ഗ്രേഡ് ഇൻവെന്ററികൾ, ലോജിസ്റ്റിക്സ്, മറ്റ് സാമ്പത്തിക പരിഗണനകൾ തുടങ്ങിയ ഘടകങ്ങളാണ് ഈ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നതെന്ന് ഇന്ത്യ വ്യക്തമാക്കി. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഈ മാസം റഷ്യ സന്ദർശിക്കുമെന്ന സൂചന ട്രംപിനെ കൂടുതൽ പ്രകോപിപ്പിക്കുവാൻ സാധ്യതയുണ്ട്. കൂടാതെ റഷ്യയിൽ നിന്ന് S-400 പ്രതിരോധ സംവിധാനങ്ങളും ഒരുപക്ഷെ Su-57 യുദ്ധവിമാനങ്ങളും ഇന്ത്യ വാങ്ങിയേക്കുമെന്ന സൂചനകളുമുണ്ട്. ട്രംപ് അമേരിക്കൻ F-35 വിമാനങ്ങൾ ഇന്ത്യക്ക് വിൽക്കാൻ ശ്രമിച്ചുവെങ്കിലും മോദി ഇതുവരെ ഇതിന് താൽപര്യം കാണിച്ചിട്ടില്ല. F-35 വിമാനങ്ങൾ വാങ്ങുന്നതിനെക്കുറിച്ച് അമേരിക്കയുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ അടുത്തിടെ പാർലമെന്റിനെ അറിയിച്ചിരുന്നു. ഇന്ത്യക്കും റഷ്യയ്ക്കും സ്ഥിരതയുള്ളതും കാലം തെളിയിച്ചതുമായ പങ്കാളിത്തമുണ്ടെന്ന് കേന്ദ്രം ഔദ്യോഗികമായി പ്രസ്താവിച്ചു. വിവിധ രാജ്യങ്ങളുമായുള്ള ഞങ്ങളുടെ ഉഭയകക്ഷി ബന്ധങ്ങൾ അവയുടെ സ്വന്തം യോഗ്യതയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. മൂന്നാമതൊരു രാജ്യത്തിന്റെ കണ്ണിൽ നിന്ന് അതിനെ കാണരുതെന്നും വിദേശകാര്യ മന്ത്രാലയം അമേരിക്കയെ പരോക്ഷമായി അഭിസംബോധന ചെയ്തുകൊണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ശക്തമായ വാക്കുകൾ ഇന്ത്യ റഷ്യ സൗഹൃദത്തെ അടിവരയിട്ട് ഉറപ്പിക്കുന്നതാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും വരും മാസങ്ങളിൽ ഇന്ത്യ സന്ദർശിക്കാനിരിക്കുകയാണ്. 2021 ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ പര്യടനമായിരിക്കും ഇത്. ട്രംപിനെ നിരാശപ്പെടുത്തുന്ന തരത്തിൽ റഷ്യയുമായുള്ള സൗഹൃദം നിലനിർത്താൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. അതേസമയം യുക്രൈൻ വിഷയത്തിൽ റഷ്യയുമായി അകൽച്ചയിലായിരുന്ന അമേരിക്ക റഷ്യയ്ക്കടുത്തായി ആണവ അന്തർവാഹിനികൾ വിന്യസിക്കാൻ ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ടുകൾ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവ് പ്രകാരമാണ് ഇത്. സോവിയറ്റ് യൂണിയന്റെ കാലത്തെ ആണവശേഷി റഷ്യയ്ക്ക് ഇപ്പോഴുമുണ്ടെന്ന മുൻ പ്രസിഡന്റ് ദിമിത്രി മെദ്വേദേവിന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയായാണ് ഈ തീരുമാനം. എന്നാൽ ട്രംപിന്റെ ഭീഷണിയെ നേരിടാൻ ആവശ്യമായ ആണവ അന്തർവാഹിനികൾ കയ്യിലുണ്ടെന്ന് റഷ്യ തിരിച്ചടിക്കുകയും ചെയ്തു. റഷ്യൻ ആണവ അന്തർവാഹിനികളുടെ എണ്ണം അമേരിക്കൻ അന്തർവാഹിനികളെക്കാൾ വളരെ കൂടുതലാണെന്ന് റഷ്യൻ മുതിർന്ന നിയമനിർമ്മാതാവായ വിക്ടർ വൊഡോലഡ്സ്കി പറഞ്ഞു. അതുകൊണ്ട് തന്നെ അന്തർവാഹിനികളെക്കുറിച്ചുള്ള അമേരിക്കൻ നേതാവിന്റെ പ്രസ്താവനയോട് റഷ്യ പ്രതികരിക്കേണ്ട ആവശ്യമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തെപ്പറ്റി ലോകം മുഴുവൻ സംസാരിക്കുന്നത് അവസാനിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ അടിസ്ഥാനപരമായ ഉടമ്പടി ഉണ്ടാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കണക്കുകൾ പ്രകാരം യുഎസിനേക്കാൾ ആണവ അന്തർവാഹിനികളുടെ എണ്ണത്തിൽ റഷ്യയ്ക്കാണ് മേൽക്കൈയുള്ളത്. യുഎസിന് 14 ഒഹിയോ ക്ലാസ് ആണവ അന്തർവാഹിനികളാണുള്ളത്. ഓരോ അന്തർവാഹിനികൾക്കും 4600 മൈൽ ദൂരത്തിലുള്ള ലക്ഷ്യങ്ങളെ ഭേദിക്കാൻ സാധിക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ വഹിക്കുവാൻ സാധിക്കും. അവ ആണവായുധങ്ങൾ വഹിക്കാനുള്ള ശേഷിയുള്ളവയുമാണ്. എന്നാൽ 54 ആണവ അന്തർവാഹിനികളാണ് റഷ്യയുടെ ശക്തി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.